ഓട്ടിസത്തെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി അക്കര ഫൗണ്ടേഷൻ സെന്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ് അവരോടൊപ്പം ഓട്ടിസം അവബോധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അക്കര ഫൗണ്ടേഷൻ സ്റ്റാഫുകളുടെയും ട്രെയിനീസിന്റെയും നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് പൊതുജന ശ്രദ്ധ നേടി. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ്, മാരിനേറ്റ്, കോട്ട് ആൻഡ് ഫ്രൈ. ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. ട്രൈ ഇറ്റ് നൗ. 2018 മുതൽ കാസർഗോഡും വടക്കൻ കേരളവും കർണാടകയും ഉൾപ്പെടുന്ന മേഖലകളിൽ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന അക്കര ഫൗണ്ടേഷൻ സെന്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ് സമൂഹത്തിൽ ഭിന്നശേഷി അവബോധം വളർത്തുന്നതിനായി നിരന്തരം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. ലോക ഓട്ടിസം അവബോധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ ക്യാമ്പയിനിൽ ഫ്ലാഷ് മോബ്, തെരുവുനാടകം എന്നിവ ശ്രദ്ധേയമായി. അക്കര ഫൗണ്ടേഷൻ സ്റ്റാഫുകളുടെയും ട്രെയിനീസിന്റെയും നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് പൊതുജന ശ്രദ്ധ നേടി. തുടർന്ന് അവതരിപ്പിച്ച തെരുവുനാടകത്തിൽ ഓട്ടിസം എന്താണ്, ഓട്ടിസമുള്ള വ്യക്തികളുടെ പെരുമാറ്റ സവിശേഷതകൾ, സെൻസറി പ്രശ്നങ്ങൾ, സ്വയം നിയന്ത്രണ മാർഗങ്ങൾ, അവരെ സമൂഹത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിന്റെ പ്രാധാന്യം എന്നിവ വിശദമായി അവതരിപ്പിച്ചു. പരിപാടിയിൽ അക്കര ഫൗണ്ടേഷൻ CEO മുഹമ്മദ് യാസിർ N ഓട്ടിസത്തെക്കുറിച്ചും അവരുടെ ഉന്നമനത്തിൽ സമൂഹത്തിന്റെ പങ്ക് എന്തായിരിക്കണമെന്നും വിശദീകരിച്ചു. ഓട്ടിസം എന്ന തന്റെ അവസ്ഥയെ സംഗീതം കൊണ്ട് മറികടന്ന മർവാൻ മുന്നവർ പരിപാടിയുടെ മുഖ്യാതിഥിയായി. മർവാൻ സംഗീതത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും തന്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. സ്പാസ്റ്റിക് അസോസിയേഷൻ കാസർഗോഡ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഹീദ് തളങ്കര, പുഷ്പാകരൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽസ് ജിനിൽ രാജ് JR, ടെക്നിക്കൽ ഹെഡ് എലിസബത്ത് P പോൾ, പ്രോഗ്രാം മാനേജർ മിസബ് ഷെരീഫ്, ഷനിക, രേവതി എന്നിവർ പരിപാടിയിൽ ആശംസയർപ്പിച്ചു. പൊതുജനങ്ങളിൽ ഓട്ടിസത്തെക്കുറിച്ചുള്ള ശരിയായ അറിവും ഉൾക്കൊള്ളലും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഈ പരിപാടി ഏറെ ആകർഷകമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.